الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ഏറ്റവും ആദരം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽപ്പറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹവും കാരുണ്യവുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഓരോ ദിനത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് നമ്മുടെ മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഇന്നലെ നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു മരണ വാർത്ത എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ കുറിച്ചായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ഓരോ സംഗതികൾ നമ്മുടെ ചെവികളിൽ എത്തുമ്പോൾ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മെ സഹായിക്കുവാൻ ആരുമില്ലാത്ത, നമ്മെ രക്ഷപ്പെടുത്തുവാൻ ഒരാളുമില്ലാത്ത, പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ മറ്റുള്ള ഏതെങ്കിലും രൂപത്തിലോ നമ്മെ സ്വാധീനിക്കുവാനോ നമ്മെ രക്ഷപ്പെടുത്തുവാനോ കഴിയാത്ത, നമ്മൾ മാത്രം തനിച്ചായി പോകുന്ന 2-3 അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ അവസ്ഥ എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണരംഗമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചിന്തകളെ തട്ടി ഉണർത്തുമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കും.
അവിടെ സമ്പത്ത് പ്രശ്നമല്ല, അവിടെ അധികാരം പ്രശ്നമല്ല, അവിടെ ജോലി പ്രശ്നമല്ല, പ്രായം പ്രശ്നമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് നടപ്പിലാക്കുമെന്നുള്ളതാണ്. എന്നാൽ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. മരണത്തിന് വേണ്ടി എന്ത് ഒരുക്കമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ എത്ര സജ്ജീകരണത്തോടുകൂടി നമ്മൾ ഒരുങ്ങും. എന്നാൽ മരണത്തിന്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുവാൻ എന്ത് അമലുകളാണ് നമ്മുടെ കൈകളിലുള്ളത്? ഒക്കെ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാൻ فَإِذَا جَاءَ أَجَلُهُمْ لَا يَسْتَأْخِرُونَ سَاعَةً وَلَا يَسْتَقْدِمُونَ. അങ്ങനെ അവരുടെ ആ മരണത്തിന്റെ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു നാഴിക പോലും അവർക്ക് വൈകിക്കുവാനാവുകയില്ല, നേരത്തെ ആക്കുവാനും സാധ്യമല്ല. അഥവാ കൃത്യമായ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ റൂഹെടുക്കുമെന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പോലും ഈ മരണം എന്നുള്ള വാസ്തവത്തെ കുലുക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ. നബിയെ, താങ്കൾ മരിക്കുന്നവനാകുന്നു, അവരും മരിക്കുന്നവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ എത്ര വചനങ്ങളാണ് മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത്. പക്ഷേ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു സമാധാനവും ഒരു രീതി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാനിപ്പോ അടുത്തൊന്നും മരിക്കൂല, കാരണം എനിക്ക് മാരകമായിക്കൊണ്ടുള്ള രോഗമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, മരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ മരണത്തിന്റെ അവസ്ഥയിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയായി, അല്ലാഹു തൃപ്തിപ്പെട്ട അടിമയായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളത് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നൽ മൗത ഫസഉൻ. തീർച്ചയായും മരണം എന്നുള്ളത് ഭീതിജനകമായി കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന്. അല്ലാഹു അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് സുപരിചിതമായ ആയത്താണല്ലോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ ഒരു വചനം, വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കുവാൻ ഇടയാകരുത് എന്നുള്ളത്. മുസ്ലിമായി, മുവഹിദായി, നല്ല മനുഷ്യനായി കൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ ഒരു മുസ്ലിമായി കൊണ്ട് നീ മരിപ്പിക്കണമേ. പടച്ചോനെ, സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ഈ പ്രാർത്ഥനയിൽ ഒരു ശ്രദ്ധ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ ചിന്തിക്കുക. ഈ മരണം നടക്കുന്ന സന്ദർഭം ആരാണ് നമ്മെ സഹായിക്കാനുണ്ടാവുക? ആരാണ് നമ്മെ രക്ഷപ്പെടുത്താനുണ്ടാവുക? ആരാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകൾ പറഞ്ഞു തരാനുണ്ടാവുക? പ്രിയപ്പെട്ടവരെ, ഉപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ഭാര്യയില്ലാത്ത, താങ്ങും തണലുമായിരുന്ന സഹോദരന്മാരില്ലാത്ത നാം ഒറ്റപ്പെട്ടു പോകുന്ന ഈ ഒരവസ്ഥയിൽ നമ്മെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ അമലുകളാണ്. നമസ്കാരമുണ്ടോ? രക്ഷപ്പെടാം. സൽസ്വഭാവമുണ്ടോ? രക്ഷപ്പെടാം. സാമ്പത്തികമായ വിശുദ്ധിയെ നീ കൈവരിച്ചിട്ടുണ്ടോ? നിനക്ക് രക്ഷപ്പെടാം. ചുരുക്കി പറഞ്ഞാൽ, അമലുകൾ ഉണ്ടെങ്കിൽ അള്ളാന്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും. ഇത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. രണ്ടാമത്തെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മൾ മരണപ്പെട്ടു, നമ്മളെ മയ്യിത്ത് കുളിപ്പിച്ച് നമുക്ക് വേണ്ടി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുകയാണ് നമ്മുടെ നാട്ടുകാർ, നമ്മുടെ അഹ്ലീങ്ങൾ. എല്ലാവരും കണ്ണീരൊഴുക്കുകയാണ്, എല്ലാവരും കരയുകയാണ്. കാരണം വളർത്തിയുണ്ടാക്കിയ ഉപ്പ മരിച്ചു കിടക്കുമ്പോ, താൻ പ്രയാസപ്പെട്ടുകൊണ്ട് വളർത്തിയെടുത്ത മകൻ മരിച്ചു കിടക്കുമ്പോ, ഭാര്യ മരിച്ചു കിടക്കുമ്പോ, ഭർത്താവ് മരിച്ചു കിടക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ആരുടെ കണ്ണുകളാണ് നനയാതിരിക്കുക? ആരാണ് കരയാതിരിക്കുക? നോക്കൂ നിങ്ങൾ,
ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങുന്നത് ഏറെ സുന്ദരമായ രൂപത്തിലാണ്, അല്ലെ? നെത്തൊക്കെ വിരിച്ച് നല്ല സുഖത്തിൽ നമ്മൾ കിടന്നുറങ്ങാണ്. നാളെ നമ്മൾ പോയി കിടക്കേണ്ടുന്ന ഖബറിൽ പ്രിയപ്പെട്ടവർ ഇതൊന്നും നമുക്ക് കാണാനില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യത്ബഉൽ മയ്യിത സലാസത്തുൻ, ഒരു മയ്യിത്തിനെ 3 കാര്യങ്ങൾ പിന്തുടരുന്നു. ഏതൊക്കെയാണ്? അഹ്ലുഹു, അവന്റെ കുടുംബമാണ്, വമാലുഹു, അവന്റെ സമ്പത്താണ്, വഅമലുഹു, അവന്റെ പ്രവർത്തനങ്ങളാണ്. ഒരു മയ്യിത്തിന് 3 കാര്യങ്ങൾ പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ഫയർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദൻ, 2 എണ്ണം അവിടെ നിന്ന് തിരിച്ചു പോരുന്നു, 1 അവിടെ അവശേഷിക്കുന്നു. യർജിഉ അഹ്ലുഹു വമാലുഹു, മടങ്ങിപ്പോരുന്നത് ആരൊക്കെയാണെന്ന് അവന്റെ കുടുംബമാണ്. ഉപ്പയോടാകട്ടെ, ഉമ്മയോടാകട്ടെ, സഹോദരങ്ങളോടാകട്ടെ, എത്ര വലിയ സ്നേഹമുള്ള വ്യക്തിയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഒരു സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്തുടർന്ന് അവിടെ നിന്ന് തിരിച്ചു പോരും. അതുപോലെ തന്നെ വമാലുഹു, അവന്റെ സമ്പത്ത് തിരിച്ചു പോരും. വയബ്ഖാ അമലുഹു, അവന്റെ അമലുകൾ മാത്രം അവിടെ ബാക്കിയാകും. അപ്പൊ അമലിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അധ്വാനിക്കേണ്ടത്. പക്ഷെ നമ്മൾ അധ്വാനിക്കുന്ന അമലിന് വേണ്ടിയിട്ടോ അതോ ഈ ദുനിയാവിലെ നശ്വരമായ അവസ്ഥക്ക് വേണ്ടിയിട്ടോ എന്ന് ഗൗരവത്തോടു കൂടി നമ്മൾ കാണുക, അല്ലെ? എത്ര ആളുകളാണ് നമസ്കാരം ഒഴിവാക്കി, ദിക്റുകൾ ഒഴിവാക്കി, സ്വലാത്തുകൾ ഒഴിവാക്കി, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാതെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ, തന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 50 രൂപ മിസ്സായാൽ ഇതെങ്ങനെയാണ് മിസ്സായി പോയതെന്ന് ആലോചിച്ച് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, എന്ത് പ്രതിഫലമാണ് നമുക്കതുകൊണ്ട് ലഭിക്കാനുള്ളത്? നമസ്കാരം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കരഞ്ഞാൽ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ, അല്ലാഹുവിന്റെ അദാബിനെ ഓർത്തുകൊണ്ട് കരഞ്ഞാൽ നമുക്ക് പ്രതിഫലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബറിൽ നമ്മുടെ കൂടെ ഒരാളുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിച്ച ഒരു കാര്യമാണ്, അല്ലാഹനെ ഓർക്കേണ്ടുന്ന പ്രകാരം ഓർക്കാതെ, അല്ലാഹുവിനെ ചിന്തിക്കേണ്ടുന്ന പ്രകാരം ആ റബ്ബിനെ ചിന്തിക്കാതെ താന്തോന്നികളായി ജീവിച്ച മനുഷ്യർക്ക് ഉണ്ടാകുന്ന അവസ്ഥ എന്താ? അല്ലാഹു പറയാണ്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ, എന്നെ ഓർക്കേണ്ടുന്ന പ്രകാരം ഓർക്കാതെ, എന്നെ ചിന്തിക്കേണ്ടുന്ന പ്രകാരം ചിന്തിക്കാതെ താന്തോന്നികളായി ജീവിച്ച ആളുകൾ ആരൊക്കെയുണ്ടോ, അവർക്ക് വളരെ ഇടുങ്ങിയ ജീവിതമാണുള്ളത്. നാളെ പരലോകത്ത് ആ മനുഷ്യൻ കടന്നു വരുന്നത് അന്ധനായി കൊണ്ടായിരിക്കും, കണ്ണ് കാണാത്തവനായി, കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവനായി നാളെ പരലോകത്ത് അവൻ കടന്നു വരുമ്പോ അവൻ റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ, ഞാൻ ഏറെ കാഴ്ചയുള്ള വ്യക്തിയായിരുന്നല്ലോ, എന്റെ കണ്ണിനൊന്നും ഒരു തകരാറുണ്ടായിരുന്നില്ലല്ലോ റബ്ബേ എന്ന് ചോദിക്കുമ്പോ കാരുണ്യവാനായ റബ്ബ് ആ മനുഷ്യനോട് പറഞ്ഞു പോകുന്നത്, നമ്മുടെ ആയത്തുകള് നിന്നിലേക്ക് വന്നെത്തിയപ്പോ നീ അതിനെ മറന്നു കളഞ്ഞവനാണ്, നീ അതിനെ വേണ്ട പോലെ ഗൗരവത്തോടുകൂടി ഗൗരിക്കാതെ ദുനിയാവിലൂടെ ജീവിച്ച പോയ മനുഷ്യനാണ്. അതുകൊണ്ട് നിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ ഇന്ന് മറന്നു കളഞ്ഞിരിക്കുന്നു. നാളെ പരലോകത്ത് നടക്കുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോ അവർ പഠിപ്പിച്ചൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഈ ദുനിയാവിന്റെ ജീവിതത്തിലും അവിശ്വാസികളായിട്ടുള്ള ആളുകൾ, താന്തോന്നികളായിട്ടുള്ള ആളുകൾ, അവർക്ക് കുടുസായ ജീവിതമായിരിക്കും ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, പരലോകത്ത് മാത്രമല്ല, ഖബറിൽ മാത്രമല്ല, ഈ ദുനിയാവിലെ ജീവിതത്തിലും അല്ലാഹനെ ഓർക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾക്ക് ഉണ്ടാകുന്ന രീതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖബറിൽ ഒറ്റക്ക് പോയി കിടക്കുന്നതിന്റെ മുമ്പ് ഒരുങ്ങണം നമ്മൾ. എങ്ങനെ ഒരുങ്ങണം? അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധ്യമാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
അദ്ദേഹത്തിന്റെ രീതി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ നമസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലേ, തശ്ഹൂദിൽ നമ്മൾ പ്രാർത്ഥിച്ചു പോയതാണ്. പക്ഷെ മനസ്സറിഞ്ഞ് ഉള്ളു തട്ടി അർത്ഥസഹിതം ആലോചിച്ചുകൊണ്ട് ആ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് രണ്ടാമതായി നമ്മൾ ഒറ്റപ്പെടുന്ന ഈ ഖബർ എന്നുള്ള ഗേഹത്തിൽ പ്രിയപ്പെട്ടവരെ അവിടെ നമ്മെ രക്ഷപ്പെടുത്തുവാൻ ഒരാളുമില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ ധാരാളമായി കരഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുക പ്രിയപ്പെട്ടവരെ, മയ്യത്തിനെ പോയി സന്ദർശിക്കുമ്പോ, മയ്യത്തിന് വേണ്ടി കുളിപ്പിക്കുമ്പോ, ആ മയ്യത്തിനെ കഫൻ പുടവ അണിയിപ്പിക്കുമ്പോ, ആ മയ്യത്തിനെയും കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ആ മയ്യത്തിനെ ഖബറിലേക്ക് വെച്ച് തസ്ബീഹിന്റെ വചനങ്ങൾ ഉരുവിടുമ്പോ, അല്ലാഹുമ്മ സബ്ബിതുഹു ലിസ്സുആൽ, അല്ലാഹുവേ ഈ വ്യക്തിക്ക് ചോദ്യം ചോദിക്കുന്ന സമയത്ത് നീ സ്ഥൈര്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ ഉത്തരം ഇട്ട് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, പടച്ചോനേ ഈ വ്യക്തിക്ക് നീ പൊറുത്തു കൊടുക്കണേ, ഇവനോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ടവരെ എനിക്കും ഇതുപോലെ പോയി കിടക്കേണ്ടവനാണ് എന്ന ചിന്ത നമുക്ക് വന്നിട്ടുണ്ടോ? ആ ഒരു ചിന്ത നമുക്ക് വന്നിട്ടില്ലെങ്കിൽ അത് കടന്നു വരണം. ആ ചിന്ത വരുന്നതോട് കൂടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കാൻ സാധ്യമാകുന്നത്. ആ ചിന്തയുണ്ടെങ്കിലേ ദുനിയാവിനോടൊന്ന് വിട പറയാൻ നമുക്ക് സാധ്യമാകുന്നത്, നമ്മുടെ അമലുകളിൽ സജീവമാകാൻ നമുക്ക് കഴിയുന്നത്. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിന്റെയും ഒക്കെ രീതി. ഖബർ കാണുമ്പോൾ കരയും, നിസ്കരിക്കുമ്പോ കരയും, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. എന്തേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്തത്? എന്താണിത് പറയുന്നത് എന്ന് നമുക്കറിയുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതിലല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഒറ്റപ്പെടുന്ന രംഗം ആ ഖബർ ജീവിതം എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ തനിച്ചാകുന്ന, നമ്മെ സഹായിക്കാൻ ഒരാളുമില്ലാത്ത ഒരു രംഗം എന്നുള്ളത് പരലോകമാണ്. അല്ലേ, ഇവിടൊക്കെ ഇത് നമ്മൾ വിശദീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ ഓരോ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ കുറിച്ചും തിന്മകളെ കുറിച്ചും നമ്മൾ ആലോചിക്കണം. നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. നന്മയുടെ വശങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. പ്രിയപ്പെട്ട വിശ്വാസികളെ, റബ്ബിന്റെ ചോദ്യമാണ്, അഫഹസിബതും നിങ്ങളങ്ങ് വിചാരിച്ചിരിക്കുകയാണോ, അന്നമാ ഖലഖനാകും അബസാ നിങ്ങളെ നാം വെറുതെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുകയാണെന്ന്. ഈ ദുനിയാവിൽ ഇങ്ങനെ പ്രഭാതാവുക, ഭക്ഷണം കഴിക്കുക, ജോലിക്ക് പോവുക, കടന്നുറങ്ങുക, കുറച്ചൊക്കെ എൻജോയ് ചെയ്യുക, ടൂർ പോവുക, കറങ്ങുക, ഇതാണോ ജീവിതം? അങ്ങനെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുക നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ വരില്ല എന്ന് നിങ്ങൾ കരുതിയിരിക്കുകയാണോ? ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ അറിയേണ്ടതും പ്രവർത്തിക്കേണ്ടതും പ്രിയപ്പെട്ടവരെ ദുനിയാവിലാണ്, ഈ ദുനിയാവിന്റെ ജീവിതത്തിലാണ്. നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, അല്ല, എന്റെ റബ്ബ് എന്നെ വെറുതെ പടച്ചു വിട്ടതല്ല, എന്റെ റബ്ബ് ഒരു ലക്ഷ്യബോധമില്ലാതെ എന്നെ അയച്ചതല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആ പടച്ച റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടി, ആ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി എന്നെ പടച്ചു വിട്ടതാണ് എന്റെ റബ്ബ് എന്നുള്ള ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് പരലോകം, അവിടെ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരാൾ നമ്മെ സഹായിക്കുവാനില്ല. ഒരു ചാൺ മുകളിൽ കത്തി നിൽക്കുന്ന സൂര്യനുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ
നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഈ ദുനിയാവിലെ ഒരല്പനേരത്തെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു നമ്മൾ, അല്ലേ? ഒരല്പനേരത്തെ ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത ആളുകൾ. ആ പരലോകത്തിന്റെ അവസ്ഥ എന്താണ്? പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മുടെ രഹസ്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്ന ദിവസമാണ്. എത്ര വലിയ വ്യക്തിയാണെങ്കിലും, എത്ര പാമരനാണെങ്കിലും, പണക്കാരനാണെങ്കിലും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കർമ്മങ്ങളെ എല്ലാം അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും. മനുഷ്യ, ഇതെല്ലാം നീ ചെയ്തതല്ലേ, ഇതെല്ലാം നീ പ്രവർത്തിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളിലൂടെ ആ മനുഷ്യൻ അത് അംഗീകരിക്കുമെന്നുള്ളതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തികളിലും കൃത്യമായി കൊണ്ട് ചെയ്യുന്ന. അവനെ ബോധ്യപ്പെടുത്തും അല്ലേ? മാലി ഹാദൽ കിതാബ്, പഠിച്ചോനെ ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, പഠിച്ചോനെ ചെറുതും വലുതുമായ എല്ലാം ഇതിലുണ്ടല്ലോ റബ്ബേ, ഇത് എന്തൊരു ഗ്രന്ഥമാണ് റബ്ബേ എന്ന് പരലോകത്ത് മനുഷ്യരായ നമ്മൾ പറഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, നമ്മളൊക്കെ മനപ്പാടാക്കിയ വചനാണ്. എന്നും അവശേഷിക്കുന്നത് പരലോകമാണ്. അതുകൊണ്ട് ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ തൃപ്തരായിക്കൊണ്ട് അല്ലാഹുക്ക് നല്ല ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഇവിടെ നമ്മെ സഹായിച്ച ആരും നാളെ ആ പരലോകത്ത് സഹായിക്കാനില്ല, അല്ലേ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി. പരസ്പരം എല്ലാ ആളുകളിൽ നിന്നും ഓടിപ്പോകുന്ന രംഗമാണ് പരലോകം എന്നുള്ളത്. ആർക്കും ആരെയും സഹായിക്കാൻ സമയമില്ല. എന്നാൽ ഈ ദുനിയാവിലെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എങ്കിൽ, എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അത് നികത്താൻ നമ്മളുണ്ടാകും. പക്ഷെ പരലോകത്ത് ഒരാളും അത് ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അല്ലാഹുവിനെ ഓർത്ത് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പരലോകത്തെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇന്ന് ജുമയിൽ പങ്കെടുക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണ്? ആ ജുമയുടെ പൂർണ്ണമായ പ്രതിഫലം എനിക്ക് ലഭിക്കണം, എന്റെ റബ്ബിങ്കിൽ നിന്ന് എനിക്ക് സ്വർഗം ലഭിക്കണം, അല്ലേ? ശക്തമായ മഴ പെയ്യുമ്പോൾ എല്ലാവരും മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോൾ ആ പുതപ്പിനെ മാറ്റി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നേരത്തെ എത്തിപ്പെടാൻ നമുക്കുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? സ്വർഗമാണ്, പരലോകമാണ്, അല്ലെ? അതുകൊണ്ട് ആ ഒരു പരലോകത്തെ കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ വിശ്വാസി മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ ഉണർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു പറയുന്ന ഒരു വിഷയമാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു പറയാണ്, وَمَنْ أَرَادَ الْآخِرَةَ وَسَعَى لَهَا سَعْيَهَا وَهُوَ مُؤْمِنٌ فَأُولَئِكَ كَانَ سَعْيُهُمْ مَشْكُورًا.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പ്രിയപ്പെട്ടവരെ, വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആര് പരലോകത്തെ ഉദ്ദേശിച്ചുവോ, വസഅലഹാ, അതിനു വേണ്ടി നന്നായി പരിശ്രമിച്ചുവോ. പരലോകത്തെ ഉദ്ദേശിക്കുക മാത്രല്ല, ആ പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കണം. ആ പരിശ്രമമാണ് 5 നേരത്തെ നമസ്കാരങ്ങൾ. ആ പരിശ്രമമാണ് പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക വെച്ചു കൊടുക്കൽ, അവനെ സഹായിക്കൽ, ബാധ്യതകളെ നിർവഹിക്കുക. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത്? വിശ്വാസിയായിക്കൊണ്ട്, നല്ല ഈമാനോടുകൂടി. അല്ലെ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുമ്പോ ഉള്ളിൽ ഒരു പ്രയാസത്തോട് കൂടിയിട്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന് പ്രതിഫലമില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്രതിഫലമില്ല. നമസ്കാരം, ഞാൻ നിസ്കരിക്കുന്നവനാണ്, എന്റെ ഒപ്പം അറിയട്ടെ, എന്റെ കൂട്ടുകാരൻ അറിയട്ടെ, നാട്ടിലെ ആളുകളൊക്കെ ഒന്ന് അറിയട്ടെ, ഞാൻ നല്ല ഖുശൂഅോടുകൂടി നിസ്കരിക്കുന്ന ആളാണെന്ന് കരുതി നിസ്കരിച്ചാൽ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമില്ല. മുഅ്മിനായി ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി നിസ്കരിച്ചാൽ അവരുടെ പ്രവർത്തനങ്ങൾ, ഏത് കർമ്മങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് നന്ദിപൂർവ്വം സ്വീകരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിൽ അല്ലാഹുവിന്റെ പരലോകത്തെ കാത്തിരിക്കാൻ നമുക്ക് സാധ്യമാകണം. എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്ന് പെടുന്നനെ മരണപ്പെട്ടു പോകുന്നത്. ആ മരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ അവരെല്ലാവരും ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ തീരുമാനിച്ചില്ല, അവര് ചിന്തിച്ചിട്ടില്ല, ഞാനിപ്പോ മരണത്തിന് കീഴടങ്ങുകയാണെന്നുള്ളത്. അല്ലേ, ഒരാൾക്കും അത് അറിയില്ല. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണത്. നമ്മളെങ്ങാനും നമ്മുടെ മരണവാർത്ത, അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് നമ്മൾ അറിയുമായിരുന്നുവെങ്കിൽ ദുനിയാവിലൂടെയുള്ള ജീവിതം ഒന്ന് ആലോചിച്ചു. അള്ളാഹു നമ്മളോട് ചെയ്ത കാരുണ്യമാണ്. പക്ഷേ എവിടെ വെച്ച് എങ്ങനെ മരിക്കുമെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പരലോകത്തിന് വേണ്ടി ഒരുങ്ങി അതിനു വേണ്ടി കാത്തിരുന്നു